രണ്ടുമൂന്ന് ദിവസം തിരുവനന്തപുരത്ത് കാണും. തിരുവനന്തപുരത്തെ എനിക്ക് കുമാരൻ ഒരു വീടുണ്ട്. അവിടെയും കൊല്ലത്തുകൂടെ താമസിക്കുന്നത്. അപ്പം നാളെ മുതല് അവിടെ ആരും ഇല്ല. കുമാരപുരത്ത് പൊതുജനം ലൈൻ എന്ന് പറഞ്ഞിട്ട് അതായത് മറ്റേ ആ ദേവി സ്കാൻസ് ഒക്കെ ഇല്ല, അതൊക്കെ കഴിഞ്ഞ് കുമാരപുരം ജംഗ്ഷൻ, അതായത് മനസ്സിലായി അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പോകുന്ന ആ ജംഗ്ഷനാണ് പൊതുജനം ലൈൻ. അവിടുന്ന് ഒരു 3 മിനിറ്റ്. ചേട്ടാ എന്നാ വരുന്നത്? ഞാൻ 10-11. അപ്പൊ വരുമ്പോ വിളി, അപ്പോഴും ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. കലണ്ടർ എന്ന സിനിമയിലാണ് മുകേഷ് ഏട്ടനെ പരിചയപ്പെടുന്നത്. അപ്പം മുകേഷ് ഏട്ടൻ പറഞ്ഞു എനിക്ക് പിന്നെ ഫ്ലാറ്റുണ്ട് വൈറ്റില, അത് വൈറ്റില കാക്കനാട്, അങ്ങനെ ഓർക്കുന്നില്ല, ഫ്ലാറ്റിൽ വരണം, എനിക്ക് താല്പര്യമാണ്, എന്തുവാന്ന് വന്നാലൊന്ന് സഹകരിച്ചാൽ. ഞാൻ അങ്ങനെയൊന്നും പോകാറില്ല, എനിക്ക് ഹസ്ബൻഡൊക്കെ ഉള്ളതാണ്, അതിനിപ്പോൾ എന്താ, ഞങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ വെളിയിലൊക്കെ അല്ലേ എന്നൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ പറഞ്ഞു, ഇതൊക്കെ ലൊക്കേഷനിലിരുന്നാണ് സംസാരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഈ അമ്മയിൽ 3 സിനിമ അഭിനയിച്ച് കഴിഞ്ഞാൽ അമ്മയിൽ മെമ്പറാകാമെന്നാണ് അന്ന് 50,000 എങ്ങാണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ അമ്മയിൽ ചേരാൻ വേണ്ടി ഞാൻ ഇടവേള ബാബുവിനെ സമീപിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട് പോകാം, ഞാൻ ഫോം തരാമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ ഫ്ലാറ്റിൽ ചെന്നു. ഫോം ഫില്ല് ചെയ്തുകൊണ്ടെങ്കിൽ പുള്ളിക്കാരനും എന്നെ കയറി അബ്യൂസോടെ എന്നെ കയറി കെട്ടിപ്പിടിച്ച് ഇവിടെ കടത്തിൽ പുള്ളിക്കാരൻ കിസ് ചെയ്തു. അപ്പോഴും തള്ളി വിട്ടു. അപ്പോൾ പറഞ്ഞു അതിനിപ്പോൾ എന്താ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു, ആ ഫീലൊന്നും ചെയ്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഇന്നസെൻ്റ് ഏട്ടനെ അതവിടെ കേട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നസെൻ്റിനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ എനിക്കങ്ങനെ അമ്മയിൽ മെമ്പർഷിപ്പ് വേണം, ഞാനിങ്ങനെ അന്ന് 6 സിനിമ ഞങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഏതോ ഒരു വ്യക്തിയുടെ നമ്പർ പറഞ്ഞു, ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുകേഷ് ഏട്ടൻ പറയുന്നത്, എന്നെ വിളിച്ചിട്ട് പറയാ, എടി ആഹാ നീ ഇങ്ങനെ ആരും അറിയാതെ ഞാൻ അറിയാതെ അങ്ങ് നുഴഞ്ഞ് കയറാമെന്ന് വിചാരിച്ചടേ, ഞാൻ വിചാരിക്കാതെ ഒന്നും ഒരുത്തർക്കും മലയാള സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ, നീ ആർക്കും കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. നിനക്ക് അമ്മയിൽ കയറണം അല്ലേ. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്കേ. കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയല്ലോ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കമ്മിറ്റിയിൽ നിന്ന് അമ്മയുടെ ആരോ എനിക്കറിയില്ല വിളിച്ചിട്ട് പറഞ്ഞു, മിനുവിനെ ഇപ്പോൾ ഉള്ള കമ്മിറ്റി മെമ്പേഴ്സിന് ആർക്കും അറിയില്ല, അതുകൊണ്ട് സോറി, കുറച്ച് സിനിമ കൂടെ കോൾ ചെയ്യൂ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കമ്മിറ്റി മെമ്പേഴ്സ് അതാരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പം മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയമ്പള രാജു. അവർക്ക് എന്നെ അറിയില്ല. ഇപ്പം അത്ര എനിക്ക് മനസ്സിലായി, ഇവരെന്നെ അറിയണമെങ്കിൽ നേരിട്ട് കണ്ടാൽ മനസ്സിലാവുമെന്ന് മനസ്സിലായി. മനുഷ്യരെ അറിയണമെങ്കിൽ അല്ലാത്ത രീതിയിൽ അങ്ങനെ അവരറിയുള്ളൂ.